കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായി ഉള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല. കേട്ടോ, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയും. സ്വർഗരാജ്യം അടച്ചു കളയുക. അപ്പൊ ശുശ്രൂഷക്കാർ എന്താ ചെയ്യണേ? ശാസ്ത്രിമാരും പരീശന്മാരും എന്ന് വെച്ചാൽ ആരാ നിങ്ങൾക്ക് അറിയോ? യഹൂദ മതത്തിലെ യഹോവയാം ദൈവത്തെ പ്രസിദ്ധപ്പെടുത്തുന്ന, യഹോവയാം ദൈവത്തെ ആരാധിക്കുന്ന പുരോഹിതന്മാരാണ്, ടീച്ചർമാരാണ്. അവരുടെ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നതാണ്. യേശു അവരോട് പറയണ, സാക്ഷാൽ രക്ഷകനായ ക്രിസ്തു പറയാണ്, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. യഥാർത്ഥത്തിൽ ഇവരെ നിർത്തിയത് സ്വർഗരാജ്യത്തിലേക്ക് മനുഷ്യരെ കയറ്റാനാ. പക്ഷേ ഇവർ അടച്ചു കളയുന്നു. എങ്ങനെയാണ് അടച്ചു കളയുന്നത്? താഴേക്ക് വായിച്ച്. നിങ്ങൾ കടക്കുന്നില്ല, നിങ്ങൾ കടക്കില്ല. യേശു പറയാണ്, ന്യായം വിധിക്കുന്ന പോകുന്ന ക്രിസ്തു പറയുകയാണ്, അതായത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പം നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പായി നിൽക്കണം. അങ്ങനെ ന്യായം വിധിക്കുന്ന ക്രിസ്തു പറയാണ്, നിങ്ങൾ കടക്കത്തില്ല. സുവിശേഷകരായ ആ വചനം പഠിപ്പിക്കുന്ന ആളുകൾ കടക്കത്തില്ല. താഴേക്ക്. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. അതിന്റെ കാരണം എന്താണെന്ന് അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. താഴേക്ക്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായി ഉള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ ഒരുത്തരെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. അപ്പൊ യേശു പറയാണ്, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടയ്ക്കുന്നു, മതത്തിൽ ചേർക്കുന്നു. ഈ ജനത്തിന് വല്ലതും മനസ്സിലാകുമോ? സ്വർഗരാജ്യത്തിലാണോ കയറിയോ മതത്തിലാണോ എന്ന് ഇവർക്കൊന്നും അറിയത്തില്ല. കാരണം എല്ലാ മനുഷ്യരും കുരുടന്മാരാ. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, അവരെ മതത്തിൽ ചേർക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ആളെ കിട്ടുന്നുണ്ട്, കാളെ കിട്ടുന്നുണ്ട്. എന്നിട്ട് താഴേക്ക്. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കും. നിങ്ങൾ കടലും കരയും ചുറ്റി നടന്ന് ഒരുത്തനെ എവിടെ ചേർക്കുന്നു? മതത്തിൽ ചേർക്കുന്നു. അപ്പൊ ഇവരുടെ പണി എന്ന് പറയുന്നത് ഇതാ ഞാനിപ്പോ വന്നിരിക്കുന്നത് പോലെയാ. കടലും കരയും ചുറ്റി സഞ്ചരിച്ചിട്ട് ജനത്തെ ചേർക്കുന്ന മതത്തിലേക്കാ. ഈ മതത്തിലേക്ക് ചേർന്നവരെ കുറിച്ച് കർത്താവ് പറയുകയാണ് അടുത്ത വാക്യത്തിൽ. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. അപ്പോ ന്യായാധിപന്റെ അഭിപ്രായ പ്രകാരം ഈ ദൈവദാസന്മാർ എങ്ങോട്ടാ പോണേ? നരകത്തിലേക്ക്. ഇവരുടെ ശുശ്രൂഷയിലുണ്ടായ ജനം എങ്ങോട്ടാ പോണേ? ഇരട്ടിച്ച നരകത്തിലേക്ക്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇവര് പോയി കരയും കടലും ചുറ്റി പോയി പറഞ്ഞത് എന്തായിരിക്കും? തോറ എന്ന ബൈബിളല്ലേ പറഞ്ഞേ? മൊത്തം യഹോവയായ ദൈവത്തെ കുറിച്ചല്ലേ പറഞ്ഞേ? ഇല്ലേ? ബൈബിളിലുള്ള സങ്കീർത്തനത്തെ കുറിച്ചൊക്കെ അല്ലേ പറഞ്ഞേ? എന്നിട്ട് ചേർന്ന ശേഷം ആളുകളെ കിട്ടി ചേർന്ന ശേഷം അവരെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കി. എങ്ങോട്ടാ ചേർത്തേ? മതത്തിൽ ചേർത്ത്. മതത്തിലേക്കല്ല നമുക്ക് ചേരണ്ടേ, സ്വർഗരാജ്യത്തിലേക്കാ ചേരണ്ടേ. സ്വർഗരാജ്യം അടച്ചും മാറ്റി ചേർത്തു.